ചിന്തയിലേക്ക് വരികയാണ്. Coming to the thought that I've entrusted today. ഹല്ലേലൂയ. അതിനു മുമ്പേ ഒന്ന് രണ്ടൊന്ന് കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. But first I want to remind you of a couple of things. ഇതിനകത്തിരിക്കുന്ന എല്ലാവർക്കും എയർപോർട്ടുകൾ പരിചയമാണ്. And everybody seated here, you guys are well versed with the airport. ഇന്ത്യയിൽ നിന്ന് വന്നവർക്ക് ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും ഒക്കെ പരിചയമാണ്. And the ones who've come from India, they already know about bus stands or railway നിങ്ങൾ stations. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണെങ്കിൽ, If you're ready to go from one place to another, നിങ്ങൾ നിങ്ങളുടെ ചെവിയിൽ അനൗൺസ്മെന്റ് കേൾക്കാറുണ്ട്. you can hear an announcement there. ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തേക്ക് പോകുന്ന ഫ്ലൈറ്റ് ഇതാ വേഗത്തിൽ വരുന്നു, അല്ലെങ്കിൽ അത് റെഡിയാണ് എന്നുള്ള അനൗൺസ്മെന്റുകൾ കേൾക്കും. You can hear the flight attendant giving an announcement that the flight that you're about to board on is ready. ആ അനൗൺസ്മെന്റുകൾ കേൾക്കുമ്പോൾ ചിലവർ ഇച്ചിരി ഉറങ്ങിയേക്കാം എന്ന് പറയുന്നവരാരെയും ഞാൻ കണ്ടിട്ടില്ല. I've not seen many people saying that, okay, because I heard this, let me sleep for a bit. ഹല്ലേലൂയ. അനൗൺസ്മെന്റുകൾ കേൾക്കുമ്പോൾ ചിലവർ ബാഗൊക്കെ റെഡിയാക്കി ഒരുങ്ങിയാണ് നിൽക്കുന്നത്. But when you hear the announcement, you're getting your bags and everything ready. കാരണം ഹല്ലേലൂയ അവർക്കറിയാം അടുത്ത മിനിറ്റുകൾ അവർ എഴുന്നേറ്റില്ലെങ്കിൽ അവരുടെ ബസ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് അവരുടെ ട്രെയിൻ മിസ്സാകും. Because they know that the next couple of moments or minutes, if they're not ready, their bus or train will leave. ഇതേപോലെ ആരോ കർത്താവ് പറയുന്നു, യഹോവയെ കാത്തിരുന്നവൻ ശക്തിയെ പുതുക്കാൻ പോകുന്നു. Just some the Lord is saying, those who waited upon the Lord, they're going to renew their strength. അടുത്ത ഏതോ മിനിറ്റുകൾ നിന്റെ മേലിൽ പുതപ്പുകൾ വീഴാൻ പോകുന്നു. In the next few minutes, mantles are going to fall upon you. ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. That He desires to take you to certain levels that He already has മുഴുവൻ for എന്റെ കൂടെ you. ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുമോ? And everybody who believes, pray along with വിശ്വസിക്കുന്നവർ me. മുഴുവൻ എന്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുമോ? Everybody who believes, pray along with me. കർത്താവിന്റെ ഭയങ്കര കരമേനകത്ത് ചലിക്കുന്നല്ലോ. അതുകൊണ്ട് ഇന്നത്തെ വചനത്തിലേക്ക് ഞാൻ കയറുകയാണ്. We're going to enter the word by telling God രാവിലെ thank മുതൽ you. ചില മണിക്കൂറുകളായിട്ട് ഈ വചനം എന്റെ അകത്ത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. From morning onwards, this verse is moving within me. ഗലാത്യ ലേഖനം 4-ാം അധ്യായം Galatians chapter 4. അതിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരികയാണ്. When we come to verse 1, ഒരുമിച്ച് എന്റെ കൂടെ ചേർന്നുകൊണ്ട്, together with me, അവകാശി സർവ്വത്തിനും യജമാനൻ എങ്കിലും ശിശു ആയിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷത ഉള്ളവനല്ലോ. അവകാശി. think of it this way: if a father dies and leaves an inheritance for his young children, those children are not better off than slaves until they grow up. അറിയാം, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. Pay attention here. എനിക്ക് ഈ ബൈബിൾ കൂടാതെ 3 ബൈബിൾ ഉണ്ട്. സ്റ്റഡി ബൈബിൾ ആയിട്ട് ഒരു ബൈബിൾ ഉപയോഗിക്കുന്നു. I have 3 Bibles other than this Bible. One I use a study Bible. ഹല്ലേലൂയ. ആദ്യത്തെ ബൈബിൾ എനിക്ക് 6 വർഷം ഞാൻ ഉപയോഗിച്ചു. The first Bible I think I used for about 6. പക്ഷേ ഞാൻ അതിന്റെ ഈ 4-ാം അധ്യായവും 3-ാം അധ്യായം തീരുന്ന സ്ഥലത്ത് 4-ാം അധ്യായം തുടങ്ങുന്ന സ്ഥലത്ത് ഒരു ഗ്യാപ്പ് ഉണ്ട്. But there's a gap between 4 and 3 when it starts അവിടെ the ഞാൻ chapters. വായിക്കുന്ന ബൈബിളിൽ എൻ്റെ പേന കൊണ്ട് എഴുതി വെച്ചു. And in the Bible that I'm reading, I wrote there, ശിശു വളരും നിശ്ചയമായിട്ടും. the child will definitely grow. കർത്താവിന്റെ ദാസൻ ഇന്ന് ഇവിടെ നിന്ന് ആ പദം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കൺഫർമേഷൻ ആയിരുന്നു. When the man of God stood on the stage and said this word, it was a great confirmation നിങ്ങൾ for me തഴയ്ക്കാൻ പോകുകയാണ്. that you're about to flourish, നിങ്ങൾ വളരാൻ പോകുകയാണ്. that you're about to grow. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് If there are കർത്താവിന് നന്ദി people who പറയാം. believe together with me, tell thank you, Jesus. അവകാശി സർവ്വത്തിനും യജമാനൻ എങ്കിലും Even though the child is everything ശിശു belongs to him, ആയിരിക്കുന്നിടത്തോളം until he's a child, ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. he's not much better off than slave. നാളുകൾക്ക് മുമ്പേ ഈ വചനം ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ഒരു കാഴ്ച കാണിച്ചു. When I was thinking of this verse days ago, the അന്നേരം Lord എൻ്റെ showed me കുഞ്ഞിന് a sight. അന്നേരം എൻ്റെ മൂത്ത മോൻ 5 വയസ്സുകളേ ഉള്ളൂ. So my son was about 5 years. അവന് ഭയങ്കര ആഗ്രഹമാണ് എൻ്റെ കൂടെ സ്റ്റേജിൽ കയറണമെന്നുള്ളത്. And he really likes the fact that he wants to get on അവന് stage. ഭയങ്കര ആഗ്രഹമാണ് ഓർഗൻ വായിക്കണമെന്നുള്ളത്. And he really wants to play the പക്ഷേ piano. 5-ാമത്തെ വയസ്സിൽ ഓടിക്കയറാൻ നോക്കിയാൽ, But at the age of 5, he tries running up ഇവിടെ there. ഇരിക്കുന്ന ഈ മോളെ പോലെയോ ആ മോനെ പോലെയോ ഹല്ലേലൂയ അവർ ഓടി വന്ന് ഈ ഓർഗനിൽ എത്തിപ്പിടിക്കാൻ നോക്കിയാൽ, If the child over here, the children over here, if they come and run and try to get the ഇവിടെ നിന്ന് keyboard, പ്രസംഗിക്കുന്ന ഞാനും കർത്താവിന്റെ ദാസനും ഉൾപ്പെടെയും ഓടിച്ചെന്ന കുഞ്ഞിനെ വലിച്ചു പിടിക്കും. and me and the pastor over here, we'll go and run and hold the child. കാരണം അവൻ ആഗ്രഹമുണ്ടെങ്കിലും Because even though he has a desire, ഞാനും നിങ്ങളും അത് സമ്മതിക്കാറില്ല. you and I won't allow it. കാരണം അവന് അതിനു വേണ്ടിയുള്ള വളർച്ചയായിട്ടില്ലാത്തത് കൊണ്ടാണ്. Because he's not mature yet to start touching it. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്, If there are those who believe, lifting up your hands, നാളുകളായിട്ട് നിന്നെ വളരാൻ വിടാത്ത മേഖലകളിൽ, the areas that are keeping you stuck നിനക്ക് for long, that you ആഗ്രഹമുണ്ടെങ്കിലും cannot grow മുമ്പോട്ട് up, പോകാൻ പറ്റാത്ത മേഖലകളിൽ, areas that you cannot cross ഈ beyond. വൈകിട്ട് എന്റെ ദൈവം ആഗ്രഹിക്കുന്നു നീ വളരണമെന്ന്. What my God desires that you would നീ grow. വളരണമെന്ന് നിന്റെ ദൈവം ആഗ്രഹിക്കുന്നു. Your God desires that you would സ്വീകരിക്കാൻ grow. പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിക്കണേ. If you can receive it. ആ കുഞ്ഞ് ആ ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ, When the child shows that desire, ഞാൻ നിങ്ങൾ വലിച്ചു പിടിച്ചിട്ട് പറയും നീ ഒന്നുകൂടെ ഒന്ന് വലുതാകും, നിനക്കത് ചെയ്യാൻ പറ്റും. that you
Then I will call him and tell that if you just grow up a little more and you can ഇതിനേക്കാൾ do it. വലുതായിട്ട് എന്റെ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. God desires much greater ഞാൻ things ഇവിടെ from വന്ന you. കസേരയിൽ ഇരിക്കുമ്പോൾ ഞാൻ ഒരു ദൈവത്തിന്റെ ഹൃദയം, ദൈവത്തിന്റെ സ്വപ്നം ഞാൻ കണ്ടു. When I sat in the chair, I saw a dream of God. ഇന്ന് വൈകിട്ടും ഇതിനകത്തിരിക്കുന്ന ആരെയൊക്കെയോ കുറിച്ച് ദൈവത്തിന് ഭയങ്കര സ്വപ്നങ്ങളുണ്ട്. God has many dreams about a lot of people സ്വപ്നത്തിലേക്ക് നീ ഒന്ന് വളർന്നു കയറാൻ പറ്റുമെങ്കിൽ, if you can mature and grow into that dream, സ്വപ്നത്തിലേക്ക് നീ ഒന്ന് നടന്നു കയറാൻ പറ്റുമെങ്കിൽ, if you can walk up into that dream, നിന്നെ അടുത്ത നിലയിലേക്ക് കൊണ്ടുപോകാൻ സ്വർഗ്ഗം തയ്യാറാകുകയാണ്. heaven is ready or getting ready to take you up to another level. മാത്രം എന്റെ കൂടെ ഒന്ന് കരം ഉയർത്തിപ്പിടിച്ചെന്ന് പറയാമോ? Those who believe, lift up your hands and tell with me together. തടസ്സങ്ങൾ, the problems that I see ഇന്ന് കാണുന്ന today, പ്രശ്നങ്ങൾ, the problems that I face ഒരിക്കലും today, നിന്റെ പരാജയത്തിന് വേണ്ടിയല്ല, they're never for my defeat. പ്രൊമോഷൻ ആണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, if there are people who believe that they are for my promotion, നിന്നെ വിടത്തിൽ എന്ന് എഴുതി കാണിക്കുന്ന സ്റ്റോപ്പുകൾ മുഴുവൻ, every stop sign that shows that you will not be allowed, ദൈവം ആഗ്രഹമുണ്ടെങ്കിൽ അത് സ്റ്റെപ്പ് ആക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു. that if you have a desire, God wants to make every stop a step. കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് പറ, ശിശു വളരും നിശ്ചയം. If you believe that, lift up your hands and tell this child will grow for sure. പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. Those who can pray in the spirit, ആരോ pray. എന്നെ കേൾക്കുന്നവർ പറയുന്ന പാസ്റ്റർ, എല്ലാ ആഴ്ചയും തടസ്സങ്ങളാണ് ഞാൻ കാണുന്നത്. Somebody is hearing me say that every week I can see stops and troubles. എന്നെയും കർത്താവിന്റെ ദാസനെയും കൂട്ടുള്ളവർ, like people like me and the man of God, ഈ തടസ്സങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. we will pray for these ആ blocks. തടസ്സങ്ങൾ മാറുമ്പോൾ ഞങ്ങളും ആഗ്രഹിക്കുന്നു നിങ്ങൾ വളരണമെന്ന്. that when those blocks go away, even we desire that you would grow. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്, if there are those that believe, lift up your hands. ഇന്ന് ആരൊക്കെയോ ചില സ്റ്റെപ്പുകൾ വളരാൻ പോകുന്നു. some people are about to grow certain ആരൊക്കെയോ steps. അടുത്ത നിലകളിലേക്ക് പോകാൻ പോകുകയാണ്. some people are going to go to a different എന്റെ കൂടെ level. ചേർന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനകളുടെ തലം തിരിയാൻ പോകുന്നു. can you pray along with me? The prayer level of yours is going to change. ഫെയ്ത്തിന്റെ തലം തിരിയാൻ പോകുന്നു. the level of your faith is about to turn. നിങ്ങളുടെ അനോയിന്റിംഗിലെ നിലവാരം റലം തിരിയാൻ പോകുന്നു. the realm of your anointing is about to turn. കാരണം നിന്നെ വളരുമാറാക്കുന്ന ഒരു ദൈവത്തെയാണ് നീ ഇതിനകത്ത് കാണുന്നത്. because you see a God who enables you to grow. ദാഹമുള്ളവർ വളരും നിശ്ചയം. those who have a thirst will grow എത്ര പേർക്ക് for ദാഹമുണ്ട്? sure. how many of you have that thirst? ദാഹമുള്ളവർ വളരും. those who have that thirst will grow. 2016 എല്ലാ പ്രതിസന്ധികളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, in 2016 when I was facing many പിശാച് troubles, എന്നെ നോക്കിയിട്ട് പറഞ്ഞു എല്ലാം തീർന്നു എന്ന്. the devil gave a verdict that everything is done. പക്ഷെ കർത്താവിനോട് പറഞ്ഞു ദാഹം ഉണ്ടെങ്കിൽ നീ വളർന്നിരിക്കും. but the Lord told me that if you are thirsty and if you have hunger, you will grow. വിശ്വാസത്തിന്റെ ഉയർന്ന തലമാണ് ദാഹം. a higher level of faith is thirst. ഭയങ്കരമായ ഹങ്കർ, a great hunger, ലഭിച്ചിട്ടല്ലാതെ പോകത്തില്ലെന്നുള്ള ഉറപ്പ്, assurance that I will not leave അങ്ങനെ until I ആരെങ്കിലും ഈ receive. ആരാധനയിൽ ഉണ്ടെങ്കിൽ അവന്റെ സാന്നിധ്യം ഉലാവുകയാണ്. if there's anybody like that over here, his presence is എനിക്ക് here. ഭയങ്കര ഉറപ്പാണ് കർത്താവ് ഇതിനകത്ത് നടക്കുന്നു എന്നുള്ളത്. I have great assurance that the Lord is moving and walking in this place. കാരണം വചനം പറയുന്നു, രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ എവിടെങ്കിലും ഒരുമിച്ച് കൂടിയാൽ because the word tells where 2 or 3 people are gathered in my അവരുടെ name, നടുവിൽ ഞാനുണ്ട്. I am there in their midst. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്നൊരു സ്പർശനം നീ പ്രാപിക്കണം. if there are those that you believe, receive a touch. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എന്റെ കൂടെ ചേർന്നെന്ന് പറ. if there are those that believe, tell along with ഇന്ന് me. കാണുന്ന തടസ്സങ്ങൾ മാറും. the problems I see today ഞാൻ will go. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടും. I will be used for God. പ്രയോജനപ്പെടുമെന്ന് ആഗ്രഹിക്കുന്നവർ മുഴുവൻ അക്കരമൊന്ന് അടിച്ചു. those who ഒരിക്കൽ കൂടെ desire to be used, clap your hands. പ്രയോജനപ്പെടുമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരിക്കൽ കൂടെ ശിശു വളരുന്നത് എനിക്ക് കാണാം. I can see this child grow. വളരുന്നു. they are growing. ദൈവം നിന്നെ വിളിച്ചത് വളരാൻ വേണ്ടിയാണ്. God has called you to grow. അവന്റെ തലയോളം വളരാൻ വേണ്ടിയാണ്. grow until the head of Christ. ആ നിലയിൽ ഞാൻ ചിന്തിക്കുമ്പോൾ when I think in that level, രണ്ടാമത്തെ ഒരു റെലമുണ്ട്. there's a second round. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനെ പോലെ like the man of God, ഹല്ലേലൂയ വർഷിപ്പ് ചെയ്യുന്ന കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു തലം. a level where you're worshiping and are used for God. ഈ നിലയിലേക്ക് ഒരു വളർച്ച വ്യാപരിക്കുമ്പോൾ, when a growth to this level comes, അനേകർക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. it'll cause joy to many people. ഹല്ലേലൂയ. പ്രയോജനപ്പെടാൻ to be used. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, കർത്താവിന്റെ ദാസനോട് if you pay attention to the man of God, ഇവിടെ വന്ന് ദൈവാസൻ പറയും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, കൈ വരെയും കാണിക്കും, അങ്ങനെ ചെയ്യണം, അടുത്ത പാട്ട് ഇതാണെന്നൊക്കെ ഉള്ളത് കൈ കാണിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാകും. that when he shows gestures, he understands. കാരണം വളർച്ചയുടെ അടുത്ത തട്ടാണത്. because it's the next level of growth. വിശ്വസിക്കുന്നവർ മാത്രം എന്റെ കൂടെ ഒന്ന് കരമുയർത്തി those who believe, lift up your hands.
ഇതിനകത്ത് ആരൊക്കെയോ അഭിഷേകത്തിൽ ദൈവമായി കണക്ട് ചെയ്ത് ചിലത് ചെയ്യുന്നത് എനിക്ക് കാണാം. I can see people connected with God in the anointing and doing certain things. ഇന്ന് നിങ്ങളെ ആരാധന ലീഡ് ചെയ്യുന്നത് തന്റെ അഭിഷേകത്തിലാണ്. That if the worship was led today in His തന്റെ anointing, അഭിഷേകത്തിലാണ്. it was in His anointing. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അതിന് മുകളിൽ വളർച്ചയുണ്ട്. If you believe there's a level above ആ that, വളർച്ച കർത്താവിന്റെ ദാസനെ പോലെയാണ്. and that is like the man of God. കർത്താവിന്റെ ദാസൻ ഈ ആരാധനയുടെ He's the one who അധികാരിയാണ്. leads the worship. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ That when he stands over here, സ്വർഗ്ഗം പറയുന്നു ഹല്ലേലൂയ കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ അവൻ എന്തെങ്കിലും ചെയ്യാൻ ഞാൻ കൂടെ ചെയ്യാൻ തയ്യാറാണ്. that heaven says that if he does something, I am ready to do it with him. അവൻ എന്തെങ്കിലും ചെയ്താൽ ഞാൻ കൂടെ ചെയ്യാൻ That തയ്യാറാണ്. if he's going to do something, I am ready to do it with him. ഇവിടെ ചെയ്യാൻ ഹല്ലേലൂയ പ്രോത്സാഹിപ്പിക്കുമ്പോൾ While here is being encouraged to do, ഇതിന് മുകളിൽ ഒരു വളർച്ചയുണ്ട്. there's a growth above this. ഹല്ലേലൂയ. നീ ചെയ്താൽ കൂടെ ചെയ്യാൻ നിൽക്കുന്ന ഒരു ദൈവം. A God who stands to do it with you if you do something. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് If you believe, lift up your hand. അത് അഭിഷേകത്തിന് മുകളിൽ വെളിപ്പെടുന്ന അധികാരമാണ്. That is the authority that's revealed over your anointing. ഇവിടെ നിന്നൊരു വാതിൽ തുറക്കുന്നത് പോലെ ഒരു ശബ്ദം പറയാൻ പോകുന്നു. A word I'm going to say like a door opening. അഭിഷേകമുണ്ട്, അധികാരമുണ്ട്. There is anointing and authority. അഭിഷേകത്തിന് വളർച്ച പ്രാപിച്ച ചിലവരുണ്ട്. There are those who have gotten mature in അവർ anointing. കരം നീട്ടിപ്പിടിച്ചാൽ ചെങ്കടൽ രണ്ടാകും. If they'll stretch out their hands, the Red Sea will വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ split. എന്റെ കൂടെ ചേർന്ന് If there are those who believe together അവൻ with me, പുറപ്പെടുത്ത് അടിച്ചാൽ യോർദാൻ രണ്ടാകും. if they take the mantle and hit കാരണം അവന്റെ the മേൽ Jordan will കിടക്കുന്ന split. അതോറിറ്റിയാണത്. Because it's the authority that moves over വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ him. If there are those who ഒരു ഹൈ believe, അതോറിറ്റിയിലേക്ക് നീ മാറാൻ പോകുന്നു. you're going to go into high ആ authority. അതോറിറ്റിയിൽ നീ പട്ടണത്തിനകത്ത് ചിലതിനെ ബലാത്കാരം പറയാൻ പോകുകയാണ്. And in that authority, you're going to take over the town. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, സഭയ്ക്ക് അധികാരത്തിന് റിലങ്ങളുണ്ട്. In spirit, I'm telling the church has a realm നിങ്ങൾ of authority. വിശ്വസിക്കാമെങ്കിൽ ഈ പട്ടണത്തിൽ നിങ്ങൾ വേരൂന്നാൻ If പോകുകയാണ്. you believe, you're going to be rooted in this നിങ്ങൾ city. പരക്കാൻ You're പോകുകയാണ്. going to grow. കാരണം നിങ്ങളുടെ മേലിൽ വ്യാപരിക്കുന്ന അധികാരം Because the authority that is moving above you, those who can move. ഇതിനകത്തൊന്നും കൈമാറ്റങ്ങൾ സംഭവിക്കാൻ Some പോകുന്നു. impartations are taking Yes, place കാരണം here. എന്റെ ദൈവം നീ വളരണമെന്ന് ആഗ്രഹിക്കുന്നു. Because my God desires that you would എന്റെ grow. ദൈവം നീ വളരണമെന്ന് My ആഗ്രഹിക്കുന്നു. God desires that you would Yes, grow. yes, 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 yes. ചലിക്കാൻ പറ്റുന്നവർ ഒരുമിച്ച് നിറയാൻ ആഗ്രഹിക്കുന്നവർ മുഴുവൻ. Together, those who want to be filled together. ഒന്ന് കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് Lifting up your hands. Those people are standing here. ഹല്ലേലൂയ. പ്രായം കുറഞ്ഞവരും പ്രായം കൂടിയവരും എത്ര പേർ ആഗ്രഹിക്കുന്നു എനിക്കൊന്ന് വളരണം? Young and old. How many of you desire that I want to grow? വളരണമെന്ന് ആഗ്രഹിക്കുന്നവർ. Those who desire that. ഹല്ലേലൂയ. ഇന്ന് എന്റെ മൂത്ത മകൻ 5 വയസ്സല്ല, അവന് 11 വയസ്സ് കഴിയുകയാണ്. Today my first son, he is not 5, he's 11. ഇന്ന് അവൻ ചില മീറ്റിംഗുകൾ ഓർഗൻ വായിക്കാറുണ്ട്. Today in certain meetings he plays the അത് piano. വായിക്കുന്നത് ഹല്ലേലൂയ കാണുമ്പോൾ മറ്റാർക്കും ഹല്ലേലൂയ സന്തോഷം തോന്നിയില്ലെങ്കിലും അപ്പനായി എനിക്ക് ഭയങ്കര സന്തോഷമാണ്. When I see him do that, if others are not joyful, I rejoice as a father. കാരണം എന്താണെന്നറിയാമോ? You know why? ഞാൻ അവന്റെ അപ്പനായതുകൊണ്ടാണ്. Because I am his father. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് Those who believe, lifting up your ഇവിടെ ഒരു hands. അപ്പന്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. I experience the presence of a father in this place. എന്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കണേ. Can you pray along with me? ഇതിനകത്തെന്തോ ഭയങ്കര ചലനം സംഭവിക്കുന്നു. A great move is happening here. ഇതിനകത്ത് ഭയങ്കര അധികാരത്തിന്റെ കൈമാറ്റങ്ങൾ സംഭവിക്കുന്നു. A great transfer of authority is being കാരണം ഞാൻ taken ആത്മാവിൽ place. കാണുന്നു. I see in the spirit. തളർത്തുന്ന ഒത്തിരി മേഖലകൾ ഞാൻ കണ്ടിട്ടുണ്ട്. I've seen many areas that cause you to be weary. പദം പറയുന്നത് സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ചോ. But if you can receive what I'm about to ഈ say. ലോകത്തിൽ നീ മാനിക്കപ്പെടുന്നതും ഉയരുന്നതും കണ്ടാൽ അസൂയില്ലാത്തത് ഒരാളെ ഉള്ളത് എന്റെ അപ്പനാണ്. There's only one person who's not jealous of your growth, and that is my Father in heaven. ആ അപ്പൻ ഇതിനകത്ത് വന്നു നിൽക്കുകയാണ്. And that Father is in ആ this അപ്പൻ place. ഇതിനകത്ത് വന്നു And നിൽക്കുകയാണ്. that Father is standing over നിന്റെ here, മേളിൽ എന്തോ ഒരു വളർച്ച പ്രതീക്ഷിച്ചുകൊണ്ട് expecting growth upon you. നിന്റെ മേളിൽ എന്തോ ഒരു വളർച്ച പ്രതീക്ഷിച്ചുകൊണ്ട് എന്റെ അപ്പൻ ഇതിനകത്ത് വന്നു Expecting a growth നിൽക്കുകയാണ്. upon you. The Father is standing here. മറ്റാരേക്കാളും അധികമായി ആഗ്രഹിക്കുന്നു നീ വളരണമെന്ന്. That He desires more than anyone that you would grow. വിശ്വസിക്കുന്നവർ മുഴുവൻ ആ കരമൊന്ന് Those ഉയർത്തിപ്പിടിച്ചു. who believe, lifting up your hand. ഞാനൊരു കാഴ്ച കർത്താവിന്റെ ദാസനെ കാണുകയാണ്. I'm seeing a vision, man of കർത്താവിന്റെ God. ദാസന്റെ ഹൃദയം ഒരു അപ്പന്റെ ഹൃദയമാണ്. The man of God, his heart is a heart of a ആരെങ്കിലും father. പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ലിഫ്റ്റ് ചെയ്യുന്ന ആളാണ്. He is someone who lifts people if he thinks that നിങ്ങളുടെ they're going ദൈവദാസനെ to be കുറിച്ച് growing. പറയുന്നത് കരം അടിച്ച That I'm talking about your man of God clapping your hands. ഇതിനകത്തത് പരക്കുകയാണ്. That is moving in this place. പ്രയോജനപ്പെടുന്നവന് വേണ്ടി വാതിലുകളും ഒരുക്കങ്ങളും ഒരുക്കുന്ന ഒരു അപ്പൻ. A father who opened doors and opportunities for one who is growing.
എഫെസ്യ ലേഖനം നോക്കുമ്പോൾ When you look at Ephesians 5-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ കാണുന്നു, chapter 5 verse 1, you can see പ്രിയ മക്കൾ എന്നതുപോലെ ദൈവത്തെ അനുകരിപ്പിൻ. that do everything like God because you are His dear children. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, പ്രിയ മക്കളാ ഞങ്ങൾ. But we as dear children, വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ if there are people who believe, പ്രിയ മക്കളെ അന്വേഷിച്ച് ദൈവത്തിനകത്ത് വന്നിരിപ്പുണ്ട്. God is in this place searching for dear children. ഒരു കോർ ഗ്രൂപ്പിനെ അന്വേഷിച്ച് ദൈവത്തിനകത്ത് വന്നിരിപ്പുണ്ട്. He's come in this place desiring for a core group. കർത്താവിന്റെ ദാസൻ ഏറ്റവും കൂടുതൽ സ്വസ്ഥത അനുഭവിക്കുന്നത്, സന്തോഷം അനുഭവിക്കുന്നത് എപ്പോഴാന്ന് ഞാൻ പറയട്ടെ. Let me tell you when the man of God experiences the most rest ഒത്തിരി ജനം and വന്ന് peace. നിൽക്കുന്നതല്ല, Not many people coming in this തന്റെ place. മക്കൾ പ്രിയ മക്കളായി നിൽക്കുമ്പോഴാണ്. It is when his children stand as his dear children. അദ്ദേഹത്തിന്റെ ജോലി കുറയുകയാണ്, There his burden is അദ്ദേഹത്തിന്റെ lightening. ഭാരം കുറയുകയാണ്. There his burden of work is അതേപോലെ സ്വർഗം lightening. ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ ഹൃദയം എടുക്കുന്ന. So heaven desires that one who is close to the heart ഞാൻ of ആത്മാവിൽ God. വിളിച്ചു പറയുന്നു, നിന്റെ പനി മാറുന്നതിനേക്കാൾ അപ്പുറത്തായി, But I'm telling beyond your നിന്റെ fever going വിഷയങ്ങൾ away, മാറുന്നതിനപ്പുറത്തായി, beyond your problems being ഏതെങ്കിലും solved. ഒരു ദിവസം നീ പറഞ്ഞിട്ടുണ്ട്, അപ്പാ നിന്റെ ഹൃദയം എനിക്കൊന്ന് വെളിപ്പെടുത്തണേ, Is there been one day where you said that reveal your heart to നിന്റെ me, ആലോചന Father? എന്റെ മേൽ പകരണമേ, That pour out your worship into me. നിന്റെ ഹൃദയം എന്റെ മേലോട്ടൊന്ന് വെക്കണമേ. Can you place your heart upon me? നിനക്ക് എന്നെ വിശ്വസനം തരണമേ. That count me as one you can trust. ചലനം നടക്കുന്നു. ഈ മിനിറ്റ് മുതൽ From this moment a move is happening. അടുത്ത് വന്ന് കൈപിടിക്കുന്നു. God is holding some people by 2014 in 2014. ഹല്ലേലൂയ, എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ ഇരിക്കുമ്പോൾ While I was in my prayer അവിടെ ഞാൻ room, ആദ്യമായി മലേഷ്യയിലേക്ക് ഞാൻ കടന്നു പോകുന്നത്. that's the first time I went to മലേഷ്യയിൽ Malaysia. ചർച്ച ഓപ്പൺ ആകുന്നത് അവിടെയാണ്. It's where the ഹല്ലേലൂയ, church opened in വിശ്വസിച്ചപ്പോൾ എനിക്ക് Malaysia. മലേഷ്യ ചെന്നപ്പോൾ When I went to എനിക്ക് Malaysia, മനസ്സിലായി അവിടെ ഒരു മലയാളി ഗ്യാതറിംഗ് ഇല്ലെന്നുള്ളത്. I understood one thing, there is no ഹല്ലേലൂയ, Malayali കർത്താവ് gathering അതിനു there. മുമ്പ് എന്നോട് ചോദിച്ചു. Before that the Lord asked ഞാൻ me, എന്റെ 1 വയസ്സായ കുഞ്ഞിനെയൊക്കെ കളിപ്പിച്ചിരിക്കുന്ന സമയമാണ്. while I was playing with my child, ഹല്ലേലൂയ, എന്റെ ഭയങ്കരമായ സന്തോഷത്തിന്റെ സമയമാണ്. it's my time of great joy. കർത്താവ് എന്നോട് പറഞ്ഞു, എനിക്കും നിനക്കും നീ സന്തോഷിക്കുന്ന പോലെ ഒന്ന് സന്തോഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്. And the Father told me that I won't rejoice like you are ഞാൻ rejoicing with വിളിച്ചാൽ your നീ എവിടം child. വരെ വരുമെന്ന് ചോദിച്ചു. And he asked, if I call until where will you come കർത്താവിനോട് ഞാൻ along പറഞ്ഞു, with me? I told the ഹല്ലേലൂയ, Lord, അങ്ങ് വിളിച്ചാൽ എവിടം വരെ വരാൻ തയ്യാറാണ്. wherever you call, I will come with ഹല്ലേലൂയ, you. ആ സമയം പറഞ്ഞു, കർത്താവ് ജോലി വിടാൻ മാത്രം പറയരുത്, I told the Lord, don't ask me to quit my ബാക്കിയെല്ലാം job. ചെയ്യാൻ ഞാൻ തയ്യാറാണ്. I'm ready to do everything else. കാരണം ജോലി വിട്ടാ ജീവിക്കുന്ന എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ലല്ലോ. Because if I leave my job, I don't know how I'm going to sustain myself. പക്ഷെ കർത്താവ് പറഞ്ഞു, But the Lord said വിളിച്ചാൽ എവിടം വരെ വരുമോ അവിടം വരെ വരാൻ that if you're ഒരുക്കമുള്ള ഒരു അപ്പനെ, ഒരുക്കമുള്ള ഒരു മക്കളെ ഞാൻ കാണുന്നു. that I see children who are ready to come as long as the Father is calling them. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അക്കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് If there are പ്രാർത്ഥിക്കാം. those who believe, lift up your hands and pray. എനിക്ക് മനസ്സിലായി, രോഗം മൂർച്ഛിച്ച് നിൽക്കുമ്പോഴാണ് ഹൃദയം വീണ്ടും എന്റെ മുമ്പിൽ വെളിപ്പെടുന്നത്. I understood that it's when my sickness എനിക്ക് was full, മനസ്സിലായി. where this heart was revealed before me again. ഹല്ലേലൂയ, എന്റെ രോഗത്തിന്റെ മൂർച്ഛനീയ അവസ്ഥയിൽ എന്റെ കമ്പനി ഓണറും മാനേജറും ഒക്കെ എന്നെ കൈവിട്ടതാണ്. In my dreadful sickness situation, my company owner and managers they left പക്ഷേ me. എനിക്ക് മനസ്സിലായ ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാം. But a truth that I understood, let എന്റെ me ഏത് tell you, അവസ്ഥയിലും നിന്നെ കൈവിടാത്ത ഒരു അപ്പനുണ്ട്. that you have a Father who never leaves you or അപ്പനായി ഹോളിൽ വന്ന് abandons you നിൽക്കുന്നത്. in any situation, and He is in this hall. ഹോളിൽ വന്ന് നിൽക്കുന്നത്. It is that Father who's in this ഞാൻ എന്റെ hall. റിസൈൻ ലെറ്റർ കൊടുക്കുമ്പോൾ When I was giving my resignation letter, 14 വർഷം ജോലി ചെയ്ത കമ്പനി എനിക്ക് എന്തൊക്കെയോ തരുമെന്ന് ഞാൻ വിശ്വസിച്ചു. I thought that the company I worked for 14 പക്ഷേ years was എന്നോടുള്ള going to give me something. ദേഷ്യത്തിനകത്ത് അവർ എനിക്ക് എന്റെ ശമ്പളം പോലും പകുതിയായി വെട്ടിമുറിച്ചാണ് അവർ തന്നത്. But because of how they felt towards me, they cut hallelujah. short my salary and they gave. എന്റെ അകത്തൊരു ചോദ്യമുണ്ട്. ഞാൻ ഈ ഫുൾ ടൈമിന് വേണ്ടി സ്റ്റെപ്പ് വെക്കുമ്പോൾ എന്റെ ഭാര്യ ചോദിച്ചിട്ടുണ്ട്, When I stepped ഈ into full time, ഓൺലൈനിലുണ്ട്. my wife asked, she's നമ്മൾ എങ്ങനെ online. ജീവിക്കുമെന്ന് She ചോദിച്ചിട്ടുണ്ട്. asked, how are we going to survive? ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, കഴിഞ്ഞ 7 വർഷമായിട്ട് സ്വർഗം എന്നെ നടത്തുകയാണ്. I'll tell the Spirit that for the last 7 years, heaven is leading ജോലി me. ചെയ്തതിനേക്കാൾ വലിപ്പത്തിലാണ് നടത്തുന്നത്. And He's leading me much beyond what I had വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ when എന്റെ I was അപ്പന്റെ working. പ്രത്യേകത ചോദിച്ചതിലും നനച്ചതിലും That my Father's അത്യന്തപരമായി നമ്മിൽ speciality, വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യാൻ കഴിയുന്നവൻ. that much more than we can think, ask or imagine, by the വൈകിട്ട് power നീ working വന്നത് through us, the one who can do. ഈ വൈകിട്ട് നീ വന്നതുപോലെയല്ല തിരിച്ചു പോകേണ്ടത്. You will not go back the way you came You into are this a hall. decision maker. You are a decision maker. നീ തീരുമാനമെടുക്കുന്നവനാണ്. You are a decision maker. ഇന്ന് വൈകിട്ട് നിനക്ക് തീരുമാനിക്കാം, You can decide today, എന്റെ അപ്പന് വേണ്ടി ഞാൻ പ്രയോജനപ്പെടും. I'm going to be used for my കാരണം Father. എന്റെ അപ്പനാണ് എന്നെ ഇതുവരെയും നിലനിർത്തിയത്. Because it is my Father who sustained എന്റെ me until അപ്പനാണ് now. ഇതുവരെയും എന്നെ നടത്തിയത്. It is my Father who led me thus far. പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് Those who believe that you're going to be used, lifting up your hands. സമർപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ? Is there anybody to submit yourself? ഈ മിനിറ്റ്
These minutes. നിന്റെ പ്രാർത്ഥന വിഷയം പറയുന്ന മിനിറ്റ് അല്ല. These are not when you tell your prayer requests. നീ ചോദിക്കുന്നതിന് മുമ്പേ നിന്റെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു പിതാവിന്റെ That a father who knows your needs even before you ഹൃദയത്തെ ask. തിരിച്ചറിയുന്ന മിനിറ്റുകളാണ്. These are minutes where you realize His heart. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എന്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക. If there are people who believe, pray along with me. കട്ടിയായി അറിയുന്നു. I can sense and know the presence ഞാൻ here. പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എന്റെ കൂടെ പ്രാർത്ഥിച്ചേ. There are those who believe that I'm going to be used. Pray അപ്പാ along with അങ്ങയുടെ me. കൈ പിടിച്ചോണ്ട് നടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Father, desire to hold your hand and walk along അങ്ങനെ with you. വിളിച്ചാൽ ഏത് മലയും കയറാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I'm ready to climb up any mountain if you call. അങ്ങനെ വിളിച്ചാൽ ഏത് പത്മോസിൽ വരാനും ഞാൻ I'm ആഗ്രഹിക്കുന്നു. ready to go into any Patmos if you call. കാരണം ഞാൻ അങ്ങയുടെ ഹൃദയം അറിയുന്നു. Because I know your heart. കാരണം അങ്ങ് എന്നെ എവിടാണെങ്കിലും ഉപേക്ഷിക്കത്തില്ലെന്നുള്ളത് തിരിച്ചറിയാണ് ഞാൻ. Because I realize that no matter where I am, that you will never forsake me. വിശ്വസിക്കുന്നവർ മാത്രം അക്കരമെന്ന് ഉയർത്തിപ്പിടിച്ച് Those who believe, lifting up your to be നിങ്ങൾക്ക് baptized ആർക്കും in the സന്തോഷമില്ലെങ്കിലും land എന്റെ of അപ്പൻ Canaan. അതിനകത്ത് സന്തോഷിക്കുന്നു ഞാൻ Even തിരിച്ചറിയുന്നു. if you're not glad, my Father's really glad. I know that. If there are people who believe അവന്റെ ഇഷ്ടം തികയ്ക്കുന്നതാണ് എന്റെ ആഹാരം. that my food is that I would fulfill His will. വിശ്വസിക്കുന്നവർ അക്കരമെന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനോട് Those who പ്രാർത്ഥിക്കാൻ believe, lift പറ്റുന്നു. up your hand. ഓ ആരാധന, അങ്ങേക്ക് ആരാധന. ഓ എന്നെ യേശുവേ, അങ്ങേക്ക് ആരാധന. സ്തുതിച്ചുകൊണ്ട് എന്റെ ജീവിതത്തിൽ തീർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ആരാധന, അങ്ങേക്ക് കർത്താവിനെ ആരാധിച്ചുകൊണ്ട് പൊന്മുഖം കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. എൻ യേശുവേ, അങ്ങേക്ക് ആരാധന. ഒന്ന് കര ഉയർത്തിപ്പിടിച്ച് പറ, ശിശു വളരും നിശ്ചയം. Tell the child will grow, definitely lifting up your വളരും hand. നിശ്ചയം. Tell the child will grow നിങ്ങൾ for വളരും sure. നിശ്ചയം. I will grow for sure. ആരൊക്കെയോ എന്നെ കേൾക്കുന്നവർ പറയുന്നു, പാസ്റ്റർ സാഹചര്യമില്ല വളരാൻ. Some people who watching me are telling the pastor, I have never situation to grow. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നേ. I believe that. ഹല്ലേലൂയ. സാഹചര്യമില്ലാത്ത സ്ഥലത്താണ് ദൈവം നടാൻ പോകുന്നതിനെ. That God is going to place you, plant you in a place where there is no opportunity or situation ദൈവം to grow. ആഗ്രഹിക്കുന്നു അതിന്റെ നടുവിൽ നീ വളരണമെന്ന്. God desires that you would grow in the midst of that കാരണം also. നട്ടവനും നനച്ചവനുമല്ല, വളരുമാറാക്കുന്നത് ദൈവമാണ്. Because it is not the one who plants or the one who nurtures, but the one who enables you to grow is God. പരിശുദ്ധാത്മാവ് നിന്നെ മേലേക്ക് ഇറങ്ങി വരുന്നത് That the Holy Spirit descends upon നീ you. നിൽക്കുന്നിടത്ത് വേദി വെളിപ്പെടാൻ വേണ്ടിയാണ്. Is that you will be rooted and you will sprout in a place where you are വിശ്വസിക്കുന്നവർ planted. അക്കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുക. Those who believe, lift up your ഈ hands and രാത്രി pray. വെറുതെ പോകരുത്. ഈ വൈകിട്ട് വെറുതെ പോകരുത്. Don't go back empty this ഈ night. വൈകിട്ട് കൈമാറ്റങ്ങളുമായിട്ട് നീ പോകാവൂ. Only go back with impartation. ഈ വൈകിട്ട് വെളിപ്പാടുമായിട്ടേ പോകാവൂ. Only return back with കർത്താവ് revelation. നിന്നെ എന്തോ ഏൽപ്പിക്കാൻ പോകുന്നു. The Lord wants to entrust something എനിക്ക് to you. ഭയങ്കരമായി ഉറപ്പുണ്ട് ഈ വന്നിരിക്കുന്ന ഈ ക്രൗഡ് I have complete assurance of the crowd that has കൈമാറ്റങ്ങൾ come. പ്രാപിക്കുന്ന ക്രൗഡാണ്. This is a crowd that are going to receive impartation. ഹൃദയം അറിയുന്ന ക്രൗഡാണ്. A crowd that discerns the Father's heart. കർത്താവിന്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന ക്രൗഡാണ്. A crowd that is close to the heart of God. ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവേ, Lifting up your hands, Lord. സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടോ? Is anybody to receive? സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടോ? Is anyone to receive? ഞാൻ ആത്മാവിൽ ഒരു പദം കയറി പറയട്ടെ. A term in the spirit, let me tell you. നിന്നെ വളർത്താൻ നിനക്ക് വേണ്ടി ബന്ധുക്കാരും ഇല്ലേലും Even if you don't have relatives who nurture you or enable you to grow. സപ്പോർട്ട് ചെയ്യാൻ നിന്റെ വേണ്ടപ്പെട്ടവരാരും ഇല്ലേലും If you don't have people close to you, going to support നീ you. നിൽക്കുന്നത് കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ തുറന്ന സ്വർഗ്ഗത്തിലാണ്. As the man of God said that you are standing under an open heaven. ഞാൻ ഈ പദം പറയുമ്പോൾ When I tell this term, എന്നോട് ദൈവം പറയുന്നു, the Lord is telling me ചിലവരുടെ ടൈം ചേഞ്ച് ആകാൻ പോകുകയാണ്. some people's time is going to change. ചിലവരുടെ ടൈം ചേഞ്ച് ആകാൻ പോകുന്നു. Some people, the time is going to change. എഴുന്നേറ്റ് പ്രകാശിക്കുക. Rise up and നിന്റെ shine. പ്രകാശം ഉദിച്ചിരിക്കുന്നു. And your light has come. ഹല്ലേലൂയ. നിന്റെ പ്രകാശം നിന്റെ മേൽ വന്നിരിക്കുകയാണ്. Your light is shining യഹോവയുടെ upon മഹത്വം നിന്റെ you. മേൽ And the വെളിപ്പെട്ടിരിക്കുകയാണ്. glory of God is revealed upon ഹല്ലേലൂയ. you. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് ഒന്ന് കരം ഉയർത്തിപ്പിടിച്ച് For those who believe, lifting up your ആരോടൊക്കെ hands. പരിശുദ്ധാത്മാ പറയുന്നു, യഹോവയുടെ തേജസ്സ് നിന്റെ മേൽ വെളിപ്പെട്ട് And the Holy നിൽക്കുകയാണ്. Spirit telling some people that the glory of ഒരു അനുഭവം God ആരൊക്കെ is ഈ shining മിനിറ്റിൽ upon അനുഭവിക്കുന്നു? you. Some of you are experiencing it. അനുഭവിക്കുന്നു. Some people are experiencing it. ഹല്ലേലൂയ. ആരോ എന്നെ കേൾക്കുന്നവർ പറയുന്നു, കടബാധ്യതയാണ് പാസ്റ്റർ. Some people are hearing it telling it's debts that I എന്റെ have. ഭർത്താവ് എന്നെ സമ്മതിക്കത്തില്ല. My husband won't allow. എന്റെ ഭാര്യ എന്നെ സമ്മതിക്കത്തില്ല. My wife won't allow. എന്റെ കുടുംബ പശ്ചാത്തലം എന്നെ My സമ്മതിക്കത്തില്ല. family background won't permit ഹല്ലേലൂയ. me. നീ പറയുന്നു മാസങ്ങൾ ലോണുകളുടെ ഭാരമുണ്ട് പാസ്റ്റർ. You're telling I'm burdened with months ഹല്ലേലൂയ. alone. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇതെല്ലാം എർത്തലി ടൈമുകളാണ്. I tell these are earthly times. നിന്നെ വിടാതെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് മുഴുവൻ ഈ ലോകത്തിന്റെ ഭാരങ്ങളാണ്. It's the burdens of this world that hold you tight. പക്ഷേ ഇന്ന് രാത്രിയിൽ യായിറോസിനെ പോലെ ആ ഭാരം മുറുകെ പിടിക്കുന്ന But like
virus, that term, if you can hold നിന്റെ close. കൂടെ കർത്താവ് പറയുന്നു, ഭയപ്പെടരുത്, ഞാൻ നിന്റെ കൂടെ The Lord വരികയാണ്. is telling, do not worry, for I am coming with നിന്റെ you. എല്ലാ വിഷയങ്ങളും അറിയുന്നവൻ ഇന്ന് രാത്രി മുതൽ നിന്റെ കൂടെ That വരികയാണ്. the one who knows every situation of yours is with you from ആരോട് tonight. തമ്പുരാൻ പറയുന്നു, just believe. To some, the Lord is telling, just Oh, keep on believe. believe. Keep on believing. Keep on move. Keep on moving. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എന്റെ കൂടെ. There are those who believe ഞാൻ together ആത്മാവിൽ with വിളിച്ചു me. പറയുന്ന ഭാരങ്ങളെ ജയിക്കുന്ന ഒരു അഭിഷേകം. In the spirit I declare an Yes, anointing എതിർപ്പുകളെ that ജയിക്കുന്ന takes ഒരു away അഭിഷേകം. your burden and your challenges are gone. തളർച്ചകളെ ജയിക്കുന്ന ഒരു അഭിഷേകം. An anointing that ഈ causes രാത്രി victory നിന്റെ കൂടെ over പിടിക്കുന്നവൻ weariness. നിന്റെ മേലിൽ പകരുകയാണ്. The one who holds your hand is pouring it upon you. ദാവീദിനോട് ചേർന്ന് പറയും, That with David will tell എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കാൻ that with പോകുന്നു. my God I will jump over this Yes, wall. വിശ്വസിച്ച് ഏൽപ്പിക്കുന്നവനോട് ഞാൻ വിളിച്ചു പറയുന്നു, And to those who submit themselves in ഒരു faith, ടൈം ചേഞ്ച് ആകാൻ പോകുന്നു. I'm telling you that time is going to change. ഇത് കൈറോസ് മൂവ്മെന്റ്. Your Kairos moment. യെസ്, നിന്റെ മേലിൽ വെളിപ്പെടുന്നു. Encounters are happening. 121 സങ്കീർത്തനം, 121 സങ്കീർത്തനം 109 Psalms 1. ആറാമത്തെ വാക്യം. Psalms 121 ഇനി verse പകൽ 6. സൂര്യനല്ല, Not the sun in the ഇനി morning, ചന്ദ്രനുമല്ല നിനക്ക് not moon at night. നിലാവട്ടം തരുന്നത്. It's not them that provide light. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിയ ഒരുമിച്ച് ആ ഭാഗം ഒന്ന് വായിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ 121:6. 121 ആറാമത്തെ വാക്യം ഒരുമിച്ച്. 121:6. ഹല്ലേലൂയ. പകൽ സൂര്യനെങ്കിലും If the sun in the morning, രാത്രി ചന്ദ്രനെങ്കിലും ഇനി നിന്നെ ബാധിക്കത്തില്ല. nor the moon at night will harm you. ഏഴാമത്തെ വാക്യം പ്രൊജക്ട് ചെയ്താട്ടെ. Verse 7. ഹല്ലേലൂയ. യഹോവ ഒരു ദോഷവും തട്ടാതെ That no harm shall come over you. നിന്നെ പരിപാലിക്കും. He will keep you. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. And he will watch over your ഈ life. മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ആരോട് ഞാൻ വിളിച്ചു പറയുന്നു, To some attending the meeting, I'm saying, സൂര്യൻ നിന്റെ വെളിയിൽ നിന്ന് മാറുകയാണ്. the sun is moving from you. ചന്ദ്രൻ നിന്റെ വെളിയിൽ നിന്ന് The മാറുകയാണ്. moon is moving from above you. നിന്റെ വെളിയിൽ ഒരു തേജസ് വന്ന് നിൽക്കുന്നു. A glory is hovering and Yes, coming upon open you. heaven. Open heaven. തുറന്ന സ്വർഗ്ഗം. Open heaven. യെസ്. ഏലിയാവിന്റെ വെളിയിൽ ദൈവത്തിന്റെ കരം വന്നതുപോലെ As the hand of God came, പ്രശ്നങ്ങളുടെ മുമ്പിലേക്ക് കയറുകയാണ്. that you're going above your problems. ആഹാബിന്റെ രഥത്തിന് മുമ്പാകെ പോകാൻ That to go beyond, above and above the chariot of Ahab. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമൊന്ന് ഉയർത്തി. There are those who believe, lifting up your hands. ഞാൻ ഭയങ്കരമായ കാര്യം കാണുന്നു. I see something great. എന്റെ കൂടെ സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടോ? Is there anyone to receive along with me? ഹല്ലേലൂയ. ആരൊക്കെയോ For some, SUN സണ്ണിന്റെ കീഴിൽ നിന്ന് from SUN son, from under that, SON സണ്ണിന്റെ കീഴിലോട്ട് മാറുന്നു. you're being transferred to the Yes. son that is SON. SUN സണ്ണിന്റെ പ്രശ്നം എന്താണെന്ന് പറയാമോ? Do you know what's the problem of the SUN son? സൂര്യന്റെ പ്രത്യേകത എന്താണെന്ന് പറയാമോ? Do you know what's the problem of the sun? അവന്റെ കീഴിൽ എന്തെങ്കിലും ജനിച്ചാൽ, It is anything that's born under him. അവന്റെ കീഴിൽ എന്തെങ്കിലും ഒന്ന് മുളച്ചാൽ, Is anything that sprouts under him. അത് അടുത്ത ദിവസം മുതൽ പഴക്കം പറയാൻ തുടങ്ങും. That from the next day it begins to age. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ നിങ്ങളുടെ വീട് But if you believe your house, ചില വർഷങ്ങൾക്ക് മുമ്പേ വെച്ചതായിരിക്കും. you might have made it a few years ago. നിങ്ങളെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾ ചോദിക്കും, എത്ര വർഷം പഴക്കമുണ്ട് ഈ വീടിന്? The guest asks, how old is the house? ഹല്ലേലൂയ. പൈസയ്ക്ക് വേണ്ടി ലോൺ എടുക്കുന്നവർ ചോദിച്ചാൽ ബാങ്ക് അധികാരി ചോദിക്കും, നിങ്ങളുടെ ആ ഭവനത്തിന് എത്ര വർഷം പഴക്കമുണ്ട്? When you go for a loan, the bank authorities, they ask you, how old is your house? നിങ്ങളുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്ന ഹല്ലേലൂയ ആ വൃക്ഷങ്ങളെ നോക്കി ചിലർ ചോദിക്കും, ഇത് എത്ര വർഷമായി? And for some people standing before your house, they look at the tree and ask, how old is this? ഹല്ലേലൂയ. ഡോക്ടറിന്റെ അടുത്ത് ചെന്നാൽ അവർ ചോദിക്കും, എത്ര നാളായി ഇത്? And if you go to the doctor, they will ask you, how long have you been suffering like this? SUN സണ്ണിന്റെ കീഴിൽ മുഴുവൻ പഴക്കം പറയുമ്പോൾ, And when things are perishing before the SUN son, ഇന്ന് രാത്രി ഈ വൈകിട്ട് നീ ഓടിക്കേറുകയാണ്. that you're running into ഹല്ലേലൂയ. യഹോവ എന്ന ഗോപുരത്തിനകത്തോട്ട്, the strong tower that is the Lord. ഹല്ലേലൂയ. അവന്റെ നാമം ബലമുള്ള ഗോപുരമാണ്. That Jehovah's name is a strong നീതിമാൻ tower, ഓടിച്ചെന്ന് അതിനകത്ത് അഭയം പ്രാപിക്കുകയാണ്. and the righteous shall run into it. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അത്യുന്നതന്റെ മറവിൽ And if you believe, under the shadow of the സർവ്വശക്തന്റെ Almighty, നിഴലിലോട്ട് നീ കയറുകയാണ്. you're coming under the shadow of the ഹല്ലേലൂയ. Almighty. ഇനി വേട്ടക്കാരന്റെ കെണിയല്ല, Now there is no snare ഇനി of the hunter. നാശകരമായ മഹാമാരിയല്ല നീ കാണാൻ പോകുന്നത്. Now you're not going to see any more plagues. അവന്റെ വിശ്വസ്തത നീ കാണാൻ പോകുന്നു. You're going to see his faithfulness. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചു. If there are those who believe, lifting up your എന്റെ കൂടെ hands. ചേർന്നുകൊണ്ട്, കർത്താവേ, How many of you will sell along with me, Lord? ഞാൻ അങ്ങയെ ആശ്രയിക്കുകയാണ്. I trust you. ഞാൻ അങ്ങയെ ആശ്രയിക്കുകയാണ്. I trust you. ഇന്ന് വൈകിട്ട് മുതൽ From today onwards, നീ എന്റെ ആശ്രയമാണ്. you are my refuge. 430 വർഷം അടിമത്തത്തിൽ കിടന്ന That for 30 years in ജനത്തെ slavery, കർത്താവ് വിളിച്ചിറക്കുകയാണ്. and people are being called ഹല്ലേലൂയ. out. അവർ പുറപ്പെടുമ്പോൾ When they're coming out, ദൈവം പകൽ അവർക്ക് മേഘസ്തംഭമായി, and God as a pillar of
പകൽ മേഘസ്തംഭമായി, pillar of cloud in the morning, രാത്രി അഗ്നിത്തൂണായി and a വെളിപ്പെടുകയാണ്. pillar of fire at night. ഹല്ലേലൂയ. അവർക്ക് And for them, ചെങ്കടലിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ when they went before the Red ഒരു Sea, തിരിവ് സംഭവിച്ചു. a turning happened. എന്താ തിരിവെന്നറിയാമോ? Do you know what that is? ഹല്ലേലൂയ. എതിർത്ത ഫറവോന് രാത്രി മുഴുവൻ അന്ധകാരമായിരുന്നു. And for Pharaoh, the entire night was ഇവർക്ക് darkness. രാത്രിയും പ്രകാശമാക്കി. And for them, even the night, there was light. വിശ്വസിക്കാമെങ്കിൽ ഇന്നലകളിൽ നീ കണ്ടതിനേക്കാൾ വലിപ്പത്തിൽ എന്തോ ഇന്ന് വൈകിട്ട് മുതൽ നീ കാണുന്നു. If you believe that what you saw until Yes. yesterday, much greater you're going to see from today onwards. എല്ലാ ദിവസവും വൈകിട്ട് നീ കണ്ട ചില എതിരുകൾ ഇന്ന് വൈകിട്ട് മുതൽ അവസാനിക്കാൻ Some പോകുകയാണ്. enemies and opposition that you've been seeing from yesterday, നിന്റെ it's going to വീട്ടിലെ end today. അസ്വസ്ഥതകൾ അവസാനിക്കാൻ The പോകുകയാണ്. unrest or restlessness in your house is നീ about to end. സൂര്യന്റെയോ ചന്ദ്രന്റെയോ ചലനമല്ല കാണുന്നത്. You're not going to see the move of the sun നീ or ഇതാ the moon. കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നു. You're experiencing the presence of God. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് കരം അത് ഉയർത്തിപ്പിടിച്ച് Everybody, വളരണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? how many of you there who desire to grow? വളരണമെന്ന് ആഗ്രഹിക്കുന്നവരെ കരത്തിൽ കർത്താവ് പിടിക്കാൻ പോകുകയാണ്. And the Lord is about to hold the people who desire to grow. These moments, ഇതൊരു അന്ത്യകാലമാണ്. this is the end time. ഇതൊരു എൻഡ് ടൈം റിവൈവലിന്റെ സമയമാണ്. It's a time of the end time ഈ revival. സമയത്ത് കർത്താവ് നിന്നെ ഏകനാക്കാൻ ആഗ്രഹിക്കുന്നില്ല. God doesn't want you to be alone നിന്നെ at this time. ഒറ്റയ്ക്കാക്കാൻ He ആഗ്രഹിക്കുന്നില്ല. doesn't want you to be alone at this time. വിശ്വസിക്കാമെങ്കിൽ If you believe, ഒരിക്കലും അനാഥനാക്കാത്ത ആത്മാവിന്റെ ശക്തി നിന്റെ കൂടെ the വരികയാണ്. power of the Spirit never leaves you as orphans. ഒരിക്കലും He's coming ഉപേക്ഷിക്കാത്ത along. സാന്നിധ്യം നിന്റെ കൂടെ വരികയാണ്. The presence that never forsakes you is coming with you. If you believe, വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യോഹന്നാന്റെ if you സുവിശേഷം believe, Gospel of John, 14 അധ്യായം chapter 14, അതിന്റെ 14-15 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ verse 14 and 15, if you read കർത്താവ് through, തന്റെ ശിഷ്യന്മാരോട് പറയുന്നു, the Lord told his disciples നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടികൾ വരും. that there'll be answer എന്നിട്ട് to your prayer. 16-ാമത്തെ വാക്യത്തിലേക്ക് വന്നു. If you come to verse 16, 16-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, in 16 it says, ഹല്ലേലൂയ, ഞാൻ പിതാവിനോട് ചോദിക്കും, I will ask the Father, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളുടെ കൂടെ and he ഇരിക്കേണ്ടതിന് will give you another advocate who will never നിങ്ങൾക്ക് leave തരും. you. He will give you that. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് പറ. If you believe that, lift up your hands ഈ and ലോകത്തിൽ say, ആർക്കും പറയാത്ത ഒരു പ്രോമിസ് നിന്റെ മേളിൽ വെളിപ്പെടുന്നു. a promise that's there to no one, the world has been revealed ഒരിക്കലും upon you. മാറാത്ത ഒരു ആത്മാവ്, A spirit that will never leave you. ഒരിക്കലും മാറാത്ത ഒരു അപ്പന്റെ ആത്മാവ് നിന്റെ മേളിൽ ചലിക്കുന്നു. The spirit of the Father who never leaves, moving upon വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ you. ഒരുമിച്ച് ഒന്ന് കരം ഉയർത്തിപ്പിടിച്ച് പറ. If there are people who believe, lift up your hands together എനിക്ക് and രണ്ട് say, മക്കൾ വന്നപ്പോഴാണ് ഈ അപ്പനും മക്കളെയും തമ്മിൽ ആഴമേറിയ കാര്യം എനിക്ക് മനസ്സിലായത്. when I had 2 children, that's when I understood the deep relation that a father and son share. ഏത് റോഡ് ക്രോസ് ചെയ്യുമ്പോഴും എന്റെ ഇളയ കുഞ്ഞിന്റെ കൈ പിടിക്കാറുണ്ട്. That no matter what road is crossed, my younger son, he ഞാൻ holds അവളെ on to me. ശ്രദ്ധിക്കാറുണ്ട്. And I pay attention. അവൾ ബലത്തിലാണ് എന്റെ കൈ പിടിക്കുന്നത്. She holds my hand firm. കാരണം അത് അവളുടെ ബലമാണ്. Because that's a trust. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് Can you lift up your hands if you believe? ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം Luke chapter 1, അതിന്റെ 17-ാമത്തെ വാക്യം. verse 17. ലൂക്കോസിന്റെ സുവിശേഷം 1-ന്റെ 17-ാമത്തെ വാക്യം. Luke chapter 1, എന്റെ verse കൂടെ 17. ചേർന്നുകൊണ്ട് അന്ത്യകാലത്തിൽ വെളിപ്പെടുന്ന ഏലിയാവിന്റെ ആത്മാവിന്റെ ശക്തി ജഗത്ത് വെളിപ്പെടുന്നു. That the power or the spirit of Elijah that comes in the end time has been revealed here. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ That the hearts of the fathers മക്കളിലേക്കും to the children വഴങ്ങാത്തവരുടെ and those who are rebellious, നീതി ഹല്ലേലൂയ ബോധത്തിലേക്കും and in a way that they would accept the wisdom of God, the തിരിച്ച് godly. He will turn them. He will turn them. ഹല്ലേലൂയ ഹല്ലേലൂയ ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിലേക്ക്, If there are the people who believe that people prepared to the Lord, കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ that to prepare them for the അവന് Lord, മുമ്പായി ഏലിയാവിന്റെ ആത്മാവിന്റെ ശക്തിയോടുകൂടെ അറിയാം നടക്കുകയാണ്. that he'll be a man with the spirit and power of Elijah. ഏലിയാവിന്റെ ആത്മാവിന്റെ ശക്തി അന്ത്യകാലത്ത് വെളിപ്പെടുന്നത് എങ്ങനെയാണെന്നറിയാമോ? Do you know how the power of Elijah will be revealed in the ഹല്ലേലൂയ end അവൻ times? അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്ക് തിരിക്കും. That he will turn the hearts of the fathers to their children. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എന്റെ കൂടെ ചേർന്നെന്ന് പറ. If there are those who believe, tell me. ഇന്ന് Tell along with വൈകിട്ട് me. ഈ മീറ്റിംഗിനകത്ത് ഏത് പ്രതിസന്ധിയും നീ ജയിക്കാൻ പോകുകയാണ്. That in this meeting, no matter what situation or problem, you will എങ്ങനെയാണെന്നറിയോ? overcome. അപ്പന്റെ പേര് പറഞ്ഞു, Do you know how? Telling your father's name, അപ്പന്റെ അധികാരം ഉപയോഗിച്ച്, using the authority of your father, അപ്പന്റെ പദവി ഉപയോഗിച്ച്, using the position of your father. ആത്മശക്തിയിൽ നീ അതിനെ ജയിക്കാൻ That പോകുകയാണ്. in the power of that spirit you will വിശ്വസിക്കുന്നവർ എന്റെ കൂടെ overcome. ചേർന്നുകൊണ്ട് കരം ഉയർത്തിപ്പിടിച്ച് There are എഴുന്നേറ്റ് നിൽക്കാൻ those who പറ്റുന്നവർ believe. എഴുന്നേറ്റ് നിന്നാട്ടെ. If you can lift up your hands and if you can stand up, you can വർഷി stand. ടീം എന്റെ കൂടെ നിൽക്കുമോ? Can the worship team come with me? എത്ര പേർ എന്റെ കൂടെ ചേർന്ന് പറയും വളരും, How many of you will tell with me that I will grow? വളരും, I will grow.
വളരാൻ അനുവദിക്കുന്ന ദൈവം, the God who enables you to എന്റെ grow. കൂടെ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? How many of you there to desire with me? ഒരു നാളും വിട്ടുപിരിയാത്ത ആ സ്നേഹത്തെ അനുഭവിക്കാൻ, That to experience that never failing or never leaving love. നിങ്ങൾക്ക് തന്ന ദൈവാസനായിട്ട് എത്ര പേർ നന്ദി പറയും? How many of you thank God for the man of God that God has given you? നിങ്ങളുടെ ഓരോരുത്തരെയും വിഷയം പറഞ്ഞാൽ ഏറ്റെടുക്കുന്ന ഈ ദൈവാസന എത്ര പേർ നന്ദി But പറയും? how many of you thank God for the man of God that no matter what you say that he always upholds കൈ you? ഉയർത്തിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിക്കുവോ? Can you lift your hands and pray? അപ്പാ, Father, എപ്പോഴും എന്റെ കൂടെ വേണം അപ്പാ, that I need you always with me. എന്നും എന്റെ കൂടെ വേണം. That I need you always with me. ആ കൊതിയാകുന്ന നിന്റെ സാന്നിധ്യം അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. I am eager to be in your presence. ഈ ഹോള് വിടുന്നതിന് മുമ്പേ That before you leave this hall, നിങ്ങൾക്കൊരു ഉറപ്പ് വേണം. you need an assurance കർത്താവ് എന്റെ കൂടെയുണ്ട്. that the Lord is with you. ഹല്ലേലൂയ. യേശയ്യാവിൽ ഒരു വേടുണ്ട്. There's a verse in Isaiah 41:10 വാക്യം പറയുന്നു, ഹല്ലേലൂയ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. 41 verse 10 tells that do not be afraid, for I am with you. ഹല്ലേലൂയ. ഞാൻ നിന്നെ ശക്തീകരിക്കും. I will strengthen you. ഞാൻ നിന്നെ സഹായിക്കും. I will help you. എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് നിന്നെ താങ്ങും. I will uphold you with my righteous right വിശ്വസിക്കാൻ hand. കൂടെ വരുന്ന ദൈവത്തെ ഒന്ന് തിരിച്ചറിയാൻ That പറ്റുന്നുണ്ടോ? the Father is with you, realize and recognize His presence. ക്രൂശിന് ശേഷം After the cross, യോഹന്നാൻ 3:16 വാഗ്ദത്ത വചനം, അല്ലെങ്കിൽ ഹല്ലേലൂയ സ്നേഹത്തിന്റെ വചനമാണ്. John chapter 3 verse 16, it's a verse of promise. തന്റെ ഏകജാതനായി വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ, that for everyone who believes in the Son, that they would not perish, ഹല്ലേലൂയ, നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് for them to have eternal life. ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ That സ്നേഹിച്ചു. God so loved the world that ഇവിടെ He gave His Son. ഏകജാതൻ എന്ന് പറയുമ്പോൾ Here it said only Son. ക്രൂശിന് ശേഷം After the cross, റോമാലേഖനം 8-ാം വിളിച്ചു പറയുന്നു. Romans chapter 8 says, 29-ാമത്തെ വാക്യം നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. verse 29, if you pay attention. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ 29-ാമത്തെ വാക്യം പ്രൊജക്റ്റ് ചെയ്യണമേ. ഹല്ലേലൂയ. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന്. ഇതാ ഗോസ്പലിൽ ഏകജാതനാണെങ്കിൽ, If in the gospel Jesus is the only Son, ഹല്ലേലൂയ, ഇതാ ക്രൂശിന് ശേഷം after the cross, ലേഖനത്തിൽ അവൻ ആദ്യജാതനാണ്. in the epistle he is the firstborn. ഇതിനകത്ത് നിൽക്കുന്ന അനേകർ പ്രിയ മക്കളെ പോലെ ദൈവത്തിന് വേണ്ടി നിൽക്കുകയാണ്. Here some people are standing like dear children for നീ God. ചെല്ലുന്ന ജോലി സ്ഥലത്ത് യേശു വെളിപ്പെടാൻ, At your workplace for God to be നീ manifested. ചെല്ലുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന സ്ഥലത്ത് യേശു വെളിപ്പെടാൻ, Where you study for God to be manifested. നീ ചെല്ലുന്ന ഭവനത്തിൽ യേശു വെളിപ്പെടാൻ, In the house that you go for God to be നീ ചെല്ലുന്ന manifested. കമ്മ്യൂണിറ്റികളിൽ യേശു വെളിപ്പെടുവാൻ. For the community that you go for God or Jesus to be manifested. കരമൊന്ന് ഉയർത്തിപ്പിടിച്ചു പറ, If there are people who believe, lift up എന്റെ your കൂടെ hands and വരണം, എന്റെ say, കൂടെ വരണം, എന്റെ come കൂടെ along വരണം. with me. ഓ ശകതര ഗജര ഗടക. ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ചൊന്ന് കരം ഉയർത്തിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. If you believe, lift up your hands and കരം say, ഉയർത്തിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. lift up your hands and pray. എത്ര പേർക്ക് ആ ദാഹമുണ്ട്? How many of you have the desire? എത്ര പേർക്ക് ആ ദാഹമുണ്ട്? പരിശുദ്ധാത്മാവേ, മുട്ടോളമല്ല അരയോളമല്ല. വിശ്വസിക്കുന്നവരുണ്ടോ? കർത്താവേ, എന്നിൽ നീ വെളിപ്പെടുന്ന ഒരു സമയം തുറക്കാൻ പോകുന്നതിനായി, എന്നിൽ നീ വെളിപ്പെടുന്ന ഒരു സമയം തുറക്കാൻ പോകുന്നതിനായി, That the time where you are being revealed into me, thank you for എന്നെ opening them. കാണുന്നവർ നിന്നെ കാണേണ്ടതിനായി, That God, that those who see me would see you. അങ്ങനെ ഒന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് If there are ഉയർത്തിപ്പിടിച്ചു. people who desire that, you're coming under the Son അവന്റെ Jesus. കാലൊച്ചകൾ കേൾക്കുന്നവർ, Those who hear His footsteps. 38 വർഷമായി കുളക്കടവിൽ കിടന്നിട്ടും സൂര്യന്റെ കീഴിൽ കിടന്നവൻ വിടുതൽ പ്രാപിച്ചില്ല. That after 38 years, the one who was under the SUN sun, he was not അവൻ saved. പറയുന്നു, എന്നെ സഹായിക്കാൻ ആരുമില്ല, And he's saying, there's no one to help or എന്നെ ഹെൽപ്പ് save ചെയ്യാൻ me. ആരുമില്ല. There's no one to help me. പക്ഷേ അവൻ ഒരു കാലൊച്ച കേൾക്കുന്നു. But he hears footsteps അവന്റെ approaching. ചെവിയിൽ ഒരു ശബ്ദം കേൾക്കുന്നു. He hears a ആ sound ശബ്ദം 38 വർഷം കാണാത്തത് എഴുന്നേൽപ്പിലേക്ക് കൊണ്ടുവരുന്നതാണ്. that takes him to a Yes. rising above the ആത്മാവിൽ ഞാൻ 38 വിളിച്ചു പറയുന്നു. years. I'm telling you 12 something. വർഷമായ രക്തസ്രാവസ്ത്രീ കേൾക്കാത്തത്, At what said 12 years, ഹല്ലേലൂയ, അവൾ ഇതുവരെ തളർച്ചകളാണ് കേട്ടത്. he always heard അവൾ this thing that put her തീർന്നതാണ് കേട്ടത്. down. She always heard your പക്ഷേ down. അവിടെ ചെവിയിൽ But for her, പുത്രന്റെ ശബ്ദം കേൾക്കുന്നു. when she heard the SUN son പുത്രന്റെ ശബ്ദം speak, കേൾക്കുന്നു. she is hearing the തൊടുന്ന voice of the ശബ്ദം കേൾക്കുന്നു. Son. She is hearing His ആരുടെ voice. ജീവനെ മാറ്റുന്ന ശബ്ദം കേൾക്കുന്നു. A voice that's life ആരോ changing. കർത്താവിന്റെ അടുക്കലേക്ക് വരികയാണ്. Some people are coming close to God. സ്വീകരിക്കുക. Receive it, ഞാൻ receive it. ആത്മാവിൽ വിളിച്ചു പറയുന്നു. I'm telling in the Spirit ലാസറിന്റെ സഹോദരി that
the മാർത്ത sister പറയുന്നു, of Lazarus. Martha, യേശുവേ she 4 said, ദിവസമായി മാറ്റം വെച്ചു. Jesus 4 days പരക്കം body is പറയുമ്പോൾ, thinking and smelling. When she tells of how old the problem മഹത്വം is, വിളിച്ചു പറയുന്നു, glory will tell. അവൻ പുതിയതായി പുറത്തു He വരികയാണ്. is being renewed and being sent Yes, out. ഇന്ന് പകൽ നിന്റെ Today പരക്കങ്ങൾ morning, തീരുന്ന മിനിറ്റുകളാണിത്. where your perishability Yes, is വിശ്വസിക്ക going. വിശ്വസിക്ക വിശ്വസിക്ക. ഒരു അസാധാരണ സ്പർശനം. An extraordinary touch. എനിക്ക് ഒരുമിച്ച് കരം പിടിച്ചുകൊണ്ട് നടക്കണം. That I want to stand walking with a holding ഞാൻ his hand. മനസ്സിലാക്കി ഏറ്റവും വലിയ ആഴം പറയാം. A greatest step that I അപ്പോൾ നീ കൈ can പിടിച്ചാൽ the Father holds your നീ hand. ഒരിക്കലും ആങ്സൈറ്റിയിലാകത്തില്ല. You will never be in നീ anxiety. ഒരിക്കലും You ഫിയറിലാകത്തില്ല. will never be in fear. കാരണം നിനക്കറിയാം, Because you know എന്നെ വഴി നടത്തുന്നവന്റെ കൂടെയുണ്ട്. the one who leads me is with Yes, me. എത്ര പേർ ആഗ്രഹിക്കുന്നു? How many of you desire ആ that? കരം എന്നെ പിടിക്കണം. That I want that hand to ആ കരം hold. എന്നെ നടത്തണം. I want that hand to lead me. I believe. I believe. Supernatural. പ്രകൃത്യാതീതം. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ If there are people who believe. yes, ആ കരം പിടിച്ച് ഇറങ്ങാവൂ ഇവിടുന്ന്. ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ If there are people. ഇത് എത്ര പേർ വിശ്വസിക്കുന്നു? How many of you believe? എല്ലായിടത്തും നദി വെളിപ്പെടണമെന്നില്ല. എല്ലായിടത്തും സാന്നിധ്യം വെളിപ്പെടണമെന്നില്ല. It's not necessary that the river or the presence should be manifested എല്ലായിടത്തും everywhere. ജനങ്ങൾ കരയണമെന്നില്ല. It's not necessary everywhere people have to പക്ഷെ cry. അതെവിടെങ്കിലും വെളിപ്പെടുന്നുണ്ടെങ്കിൽ But if it's been revealed in certain places, ഉറപ്പിച്ച് അവിടെ കയറി നിന്നോ. stand firm on that. അത് അന്ത്യകാലത്ത് വെളിപ്പെടേണ്ട സഭയാണ്. That is a time of revelation of the end time. Yes, ഇതൊരു end timeന് വേണ്ടിയുള്ള സഭയാണ്. Time for the end time. കർത്താവിന്റെ മണവാട്ടിയെ വെളിപ്പെടുത്തുന്ന സഭയാണിത്. Time when the bride of അത് Christ ഈ is being ആരാധനയിൽ revealed. വെളിപ്പെടുകയാണ്. It's being revealed in this worship Yes, service. ഈ ആരാധന അത് വെളിപ്പെടുന്നു. In this worship experience, it's എല്ലാം being revealed. നിറയ്ക്കുന്നവന്റെ നിറവായ അവന്റെ സഭ. The church who is the fullness of the one who fills everything is being revealed. കർത്താവേ, Lord, കർത്താവിന്റെ ദാസനായി ഞാൻ നന്ദി പറയുക. thank God for the man of God. താൻ കൊടുത്ത വിലയാണ് ഇന്ന് ഈ ആരാധനയായി മാറി നിൽക്കുന്നത്. The price what he paid is what is transformed into this Honor worship ചെയ്യണമേ, experience. അപ്പാ. Honor it. മാനിക്കണമേ. Honor. ഹൃദയത്തിനകത്ത് ഒരു ശബ്ദം വെളിപ്പെടുന്നു. Man of God, a voice comes in my heart. ഒരാളെയും നോക്കരുത്, മുമ്പോട്ട് പോണം. Don't look at even one person, go forward. ആരെന്ത് പറയുന്നത് നോക്കരുത്. Don't look at what anyone is telling. പട്ടണത്തിനകത്ത് വലവിരിക്കണം. That cast your net into the Yes. city. ഗലീലയിലെ പ്രത്യേകത, The specialty of Galilee. yes, പല വർണ്ണത്തിലുള്ള മീനുകൾ ഇനിയും മലയിൽ കയറും. That many different varieties of fishes will get 153 in. മീനുകൾ 151. പലതായുള്ളത് ആ വലയിൽ കയറിയതുപോലെ As they came into that boat, ചെങ്കടലിൽ മീനെ കൊണ്ടുവരത്തില്ല. the Red Sea won't bring that. അതിനകത്തൊന്നും ജീവിക്കത്തില്ല. Nothing will live in there. പക്ഷേ ഗലീല അങ്ങനെയല്ല. But Galilee is not like that. അത് ജാതികളുടെ പട്ടണമാണ്. It is the land of the അതിനകത്ത് വിവിധ Gentiles. ടൈപ്പിലുള്ള മീനുകൾ കയറാൻ Different പോകുന്നു. types of fish are going to enter the net. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ In പ്രാർത്ഥിക്കുന്നു. Jesus' name. കർത്താവേ, സഭയെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. Father, bless the കർത്താവേ, church. എനിക്ക് ദൈവാസനെ തന്ന ബന്ധത്തിനായി ഞാൻ നന്ദി പറയുന്നു. I thank you for this relation that you have അപ്പാ, given. Father, അപ്പാ, Father, ബന്ധമാണ് അടുത്ത തലത്തിലേക്ക് പോകുന്നത്. it is a relation that has അപ്പാ, gone to a different level. അങ്ങ് ഇതിനകത്ത് വെളിപ്പെട്ടത് ഈ ബന്ധമാണ്. ബന്ധമേ സ്വാതന്ത്ര്യത്തെ കൊണ്ടുവരത്തോളൂ. Only relationship will bring that freedom. ബന്ധമേ അടുത്ത നിലയിലേക്ക് പോകത്തോളൂ. It's only that relation that goes to ഞങ്ങൾ ഒരുമിച്ച് another പ്രാർത്ഥിക്കുന്നു, level. അപ്പാ. We pray together. ഞാൻ കാണും, ഞാൻ കേൾക്കും, ഈ ദൈവാസൻ വീണ്ടും വീണ്ടും ഉപയോഗിക്കപ്പെടുന്നത്. I will see and I will hear this man of God being used over and over ഇനിയും again. തുറക്കാനുണ്ട് ദൈവത്തിന്. There is much more that God has to ഇനിയും reveal. വെളിപ്പെടുത്താനുണ്ട്. Much more that God has to work കർത്താവ് with. അത് ചെയ്യാൻ പോകുന്നതിനായി Lord സ്തോത്രം. is going to do that. We thank you for that. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. In Jesus' name I pray. അവൻ ഒന്ന് കരമടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു.